നമസ്കാരം. ഫൺ ഫാമിലിയുടെ മറ്റൊരു ഫൺ പാക്ഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പറവൂർ തട്ടാമ്പടിയിലെ ബീന ചേച്ചിയുടെ വീട്ടിലാണ്. ബീന ചേച്ചിയെ പറ്റി പ്രത്യേകിച്ച് ഒരു ഇൻട്രോ തരേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ മിമിക്രി രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബീന ചേച്ചി. അത് മാത്രമല്ല, ബീന ചേച്ചിയെ പറ്റി അറിയാത്തൊരു കാര്യം കൂടെയുണ്ട്. ബീന ചേച്ചിയാണ് വാർഡ് മെമ്പർ ചേച്ചിയുടെ നാട്ടിലെ. അത് അധികം പേർക്ക് അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ചേച്ചി എന്താ കരയുകയാണോ? കണ്ണൊക്കെ ചുമന്നിരിപ്പുണ്ട്. കരയുന്നില്ല, നമുക്ക് സന്തോഷത്തിന്റെ പേരിലല്ല, ആനന്ദ കണ്ണീരാണോ? ഓക്കെ. ചേച്ചി, അപ്പൊ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ചേച്ചിയെ പറ്റി ആദ്യം തന്നെ ഞാൻ കാണുന്നത് ഒരു ഷോയിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഗൗരിയമ്മയുടെ ഒക്കെ സൗണ്ട് എടുത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കൊള്ളാലോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാ നേരെ ഒരു പുരുഷ ശബ്ദം സുരേഷ് കൃഷ്ണ ചേട്ടന്റെ സൗണ്ട് എടുത്തുകൊണ്ട്. അപ്പൊ ഓക്കെ, ചേച്ചി ഒരു ചെറിയ ആളല്ല, ചേച്ചിയുടെ കുറെ മരുന്ന് പൊടികൾ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. ചേട്ടന്റെ പേര് എങ്ങനെയാണ്? ജഗദീശൻ. ചേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? പട്ടാളത്തിനൊരു അവരാകെ തലകുലിക്കുന്നു, മുടി വെട്ടാൻ എല്ലാവരും മുമ്പ് തലകുലിക്കുന്നു. ശരി, പട്ടാളത്തിലായിരുന്നു. എത്ര വർഷം? 21 വർഷം ചെയ്തു. രാഷ്ട്ര സേവനം. ഓക്കെ. പിന്നെ അതിർത്തി സേന, അതിർത്തി രക്ഷാ സേനയിലായിരുന്നു. ഓക്കെ. ഓ, ഈ മറ്റേ തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? തീവ്രവാദികളായിട്ട് പല പഞ്ചാബും കാശ്മീരിലൊക്കെ ഉണ്ടായിരുന്നു. വെടിയൊന്നും വെച്ചിട്ടില്ല. അത് എന്തെങ്കിലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അന്തരീക്ഷം ഉണ്ടായത് കാശ്മീരിൽ വെച്ചായിരുന്നു. കാശ്മീരിൽ വെച്ച് തീവ്രവാദികളുടെ ഞാൻ കമാൻഡോ സെക്ഷനിലായിരുന്നു, വണ്ടി ഓടിക്കായിരുന്നു. അപ്പൊ അവിടെ വെച്ച് രണ്ട് ഞങ്ങളുടെ മിലിറ്റൻസിന് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. ഒരു വീട്ടിൽ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങള് സ്ക്വാഡ് 4-5 വണ്ടികളും അവരെ അറ്റാക്ക് ചെയ്യേണ്ടി നമ്മൾ മുകളിൽ നിന്ന് അവർ ഫയർ ചെയ്ത്. മുകളിലായിരുന്നു രണ്ടാം നിലയിൽ. അപ്പൊ ഞാൻ താഴെയായിരുന്നു. എൻ്റെ ഗ്രൂപ്പെല്ലാം 4 സൈഡ് അവരെ കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ താഴേക്ക് അടി, ഞാൻ ഡ്രൈവറായിരുന്നു, ഞാൻ അതിനെ വണ്ടിയുടെ ജിപ്സിയുടെ അടിയിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. അതിന് ഫയർ അതിന് 2-3 ആയുള്ളൂ. പിന്നെ അവർ വാങ്ങി ഇവരെന്നെ കീഴ്പ്പെടുത്തി രക്ഷ. അന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് നേരെ എൻ്റെ വണ്ടിയിലേക്കായിരുന്നു അറ്റാക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റില്. കഥകളൊക്കെ കേൾക്കുമ്പോ 20 വർഷം മുന്നോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. പട്ടാളത്തിന്റെ കഥ എന്ന് പറഞ്ഞ നിസ്സാര കഥയില്ല. നമ്മൾ എന്ത് കാണിച്ചാലും അത് ലാസ്റ്റ് പട്ടാളത്തിലേക്ക് തിരിയുള്ളൂ. ഇങ്ങനത്തെ ഒരു കറി വെച്ചെന്ന് പറഞ്ഞാൽ അപ്പോഴും ഇങ്ങനെ എനിക്ക് ഭയങ്കര കൊതി. അപ്പൊ നിങ്ങൾക്ക് ചിരി വരും എന്റെ ആഗ്രഹം കേട്ടാല്. എന്റെ അന്നത്തെ ആഗ്രഹം ബുള്ളറ്റ് ഓടിക്കുന്ന ആളായിരിക്കണം, നല്ല ഹൈറ്റ് ഉണ്ടാവണം, ജീൻസ് പാന്റ് ഇടണം, കൊച്ചു ആഗ്രഹങ്ങൾ. അത് മൂന്നും ഗവൺമെന്റ് ജോലി ആയിരിക്കും. എന്തോ എനിക്ക് ഞാൻ ഉറച്ചു വെച്ചേക്കാണ്, എനിക്ക് സർക്കാർ ജീവനക്കാരന് കിട്ടു, എന്തോ അഹങ്കാരം ഒഴിക്കാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഉദ്ദേശം എല്ലാം ഇനി ചേട്ടൻ ആഗ്രഹിച്ചൊരു ഭാര്യയായിരുന്നു ചേച്ചി. അല്ല, ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാണെങ്കിൽ എന്ന് പറഞ്ഞാല് ക്വാളിഫിക്കേഷനും പിന്നെ കാണാവുന്ന ഭംഗിയും പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട് പണ്ട്. അപ്പൊ നമുക്ക് താല്പര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്നുവരെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ചേച്ചി അപ്പൊ ഈ ഒരു മെമ്പർ ആവുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം മിമിക്രിയിൽ നിന്ന് ഇതിനകത്തോട്ട് ഒരു ഷിഫ്റ്റ് ഒരു ബന്ധമില്ലാത്ത കാര്യമല്ലേ, ഒരു മിമിക്രിയും ഒരു രാഷ്ട്രീയവും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മിമിക്രി തന്നെ നല്ല കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അവർക്ക് നോക്കിയപ്പോ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, എന്തായാലും നല്ലൊരു വോട്ടിംഗ് ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാ പിന്നെ ഇരിക്കട്ടെ, ഞാൻ ചേച്ചിനോടും എല്ലാവരോടും ചോദിച്ച് ഹസ്ബൻഡ് എല്ലാവരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളത് നിന്ന് നല്ല വിജയമായിരുന്നു. അത് നമ്മള് ശരിക്കും പറഞ്ഞ കല നമ്മൾ രക്ഷിച്ച് അതിലൂടെ കുറെ പേരെ അനുകൂലമായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കൾ എത്ര പേരാണ് ചേച്ചിക്കും ചേട്ടനും? ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് ബെറ്റ്സിന്ന് ഒറിജിനൽ പേര്, ഞങ്ങൾ വീട്ടിൽ കണ്ണെന്ന് വിളിക്കും, പുന്നരിച്ച്. ഇളയാള് ബെനിറ്റ എന്ന പേര്, ഉണ്ണി എന്നും വിളിക്കും. കണ്ണൻ ഉണ്ണി. അപ്പൊ മനസ്സിൽ ബെറ്റ്സിന്നൊന്നും വരില്ല, കണ്ണൻ ഉണ്ണി എന്ന് പറയാനേ കിട്ടുള്ളൂ. ബെറ്റ്സി, അതായത് കണ്ണൻ കല്യാണം കഴിച്ചു, അയാൾ അയ്യമ്പള്ളിയിൽ കല്യാണം കഴിച്ചു കൊടുത്തു. ആസ്റ്റർ മെഡിസിറ്റിൽ ജോലി ചെയ്യുന്നു കൊച്ച്. പിന്നെ ഉണ്ണി, അതായത് ബെനിറ്റ, അവള് MSc കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ MSc കെമിസ്ട്രി കഴിഞ്ഞിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഞാനങ്ങ് കിടക്കുകയാണ്. ചേട്ടനാണ് ഇന്നത്തെ ഞങ്ങളുടെ വേട്ടമൃഗം. ചേട്ടനെ തേടിയാണ് ഞാൻ അത്രയും ദൂരം വന്നത്, വേറെ ഒന്നുമല്ല. ചേട്ടന് ചെറിയൊരു ടാസ്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേച്ചി, എന്ത് കൊടുക്കണം നമുക്ക്?
അറിയാത്ത കാര്യങ്ങൾ ചെയ്യിക്കണമെന്നല്ല നമുക്ക് ആഗ്രഹം. എന്തായാലും പാചകം എന്താണെന്ന് ഒന്നും അറിയില്ല. പാചകത്തിന്റെ അക്ഷരമാല കണ്ടിട്ടേ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. സഹായിക്കാറുപോലും അടുക്കളയിൽ. പുള്ളി ചെയ്യും. തക്കാളി എന്താ പറയാ ഇതൊക്കെ ഇട്ട് സവാളൊക്കെ ഇട്ട് കുത്തി അരിച്ചിട്ട് അത് സലാഡ് അതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്കൊന്നിട്ട് ആ കയ്യിലൊന്നിട്ട് ഇളക്കി അത്ര കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് വയ്യാതിരുന്ന ആയുർവേദ ആശുപത്രിയിൽ ഞാൻ കിടക്കും. എനിക്ക് ഇതിൽ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോ വീട്ടിലാരും ഇല്ല. ആ സമയത്ത് മക്കളോട് ഭയങ്കര ഇഷ്ടമല്ല. മക്കള് ചെയ്യണ്ട അച്ഛൻ കയറാ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുട്ട് നനച്ചിടാക്കുന്ന പറഞ്ഞു. പുട്ട് വെച്ചിട്ട് ആവി വരുന്നില്ലല്ലേ എടാ എന്തിനാ ആവി വരാത്ത? തീ കൂട്ടി വെക്കുന്നു കുറച്ച് വെക്കുന്നു നോക്കി എന്താണ് പുട്ടുവടത്തിൽ വെള്ളമില്ല വെച്ച് കത്തിക്കാണ്. അപ്പൊ ഈ പുട്ടുവടം കത്തിയിട്ട് അച്ഛന് വെള്ളം ഒഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വന്ന് വെള്ളം ഒഴിച്ച് ചേട്ടന്റെ കൂടെ കിച്ചണിൽ കയറി എനിക്ക് കൊതിയാവുന്നു. കുറെ നല്ല നല്ല അടിപൊളി മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ചേച്ചി നമുക്ക് എന്താണ് ചേട്ടന് എന്ത് കഴിച്ചു കാണാനാണ് ആഗ്രഹം ചേട്ടൻ ഉണ്ടാക്കിയത്? എന്തായാലും നോർത്ത് ഇന്ത്യയില് കുറെ വർഷം താമസിച്ച അപ്പൊ ചപ്പാത്തി ആ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ. അല്ലെ റെഡിമെയ്ഡ് കൊണ്ടിട്ട് ചൂടാക്കുന്നതല്ല. ചപ്പാത്തി മാവ് കുഴച്ച് അതിന്റെ കളവ് എത്ര വെള്ളം എത്ര ചേർക്കണ്ടെന്ന് കണ്ടിട്ടില്ല. ആണോ? കോൺഫിഡന്റ് ആണ് ആ കാര്യത്തില്. ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോട്ടെ, ഇനി അവസരം കിട്ടൂല. കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരും ചെയ്യണം വീട്ടിൽ കണ്ടിട്ടില്ല. ഇതിലും വലുത് അങ്ങ് അതിർത്തിയിൽ നേരിട്ടവനാണ് ഞാൻ. അതല്ല ചേട്ടന് മനസ്സിലിപ്പോ സെറ്റ്. അപ്പൊ ചേട്ടാ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഏത് ഭാഗത്താണ്? ഇവിടെ ലെഫ്റ്റാ റൈറ്റാ? ഈ ഭാഗത്ത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ചേച്ചി ഇവിടെ തന്നെ ഇരിക്കെ. ഞങ്ങൾ അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ചേച്ചി വിളിക്കാം. ഓക്കെ ചേട്ടാ? ഓക്കെ ചേട്ടാ, നമ്മളുടെ ലോകത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ചപ്പാത്തിക്ക് ചേട്ടനല്ലേ പറഞ്ഞു ഞാൻ ഡെറാഡൂണിൽ അത് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പട്ടാളത്തിൽ നമ്മള് എമർജൻസിയിലൊക്കെ വരുമ്പോ കുക്കുകളില്ലാതെ വരുമ്പോൾ നമ്മള് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ചെറിയ ബോർഡറിൽ ചെറിയ ക്യാമ്പുകളിലൊക്കെ ഉള്ളപ്പോ നമുക്ക് അവരുടെ കൂടെ ചെയ്യാനുള്ള ചിലപ്പോ അവര് ലീവിന് മുമ്പ് ചിലപ്പോ കുക്ക് കിട്ടൂല. അങ്ങനെ നമ്മൾ സഹായിച്ച കൊടുത്തിട്ട് അങ്ങനെ കുറേശ്ശെ കാര്യങ്ങൾക്ക് അറിയാം. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എന്തൊക്കെയാണ്? ഫസ്റ്റ് ആട്ട വേണം. ആദ്യം ആട്ട എടുക്കും. ആട്ട എടുത്തിട്ട് പിന്നെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. അതിനനുസരിച്ച് ഉപ്പിടും. എന്നിട്ട് എല്ലാം ഒഴിച്ച് എടുത്ത് ഉരുട്ടി വെച്ചിട്ട് പിന്നെയാണ് പെരട്ടി ചപ്പാത്തി ആക്കും. സിമ്പിൾ പരിപാടിയാണ് ബേസിക്കലി. എത്ര ചപ്പാത്തി ഉണ്ടാക്കണം? ഒരു 3-4 ചപ്പാത്തി ഉണ്ടാക്കാം. 3 ചപ്പാത്തി ഒരു അടി തുടങ്ങാല്ലോ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങേണ്ടത് മാവല്ല പൊടി. എവിടെ എടുക്കാം? പൊടി എടുക്കാം. ആണോ അല്ല മൈദയൊക്കെ ആവും അവസാനം? പൊറോട്ട വേണ്ടി വരൂ? ഇല്ലല്ല, ഗോതമ്പ് തന്നെയാണ്. കളറ് കണ്ടിട്ട് അതുപോലെ തോന്നണം. പക്ഷേ ചേട്ടൻ എങ്ങനെയായിരുന്നു പട്ടാളത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത്? പട്ടാളത്തില് ഇവിടുന്ന് നമ്മള് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ ആളെ എടുക്കുന്ന അറിഞ്ഞ് അപ്പൊ അങ്ങനെ പോയി അവിടെ നിന്ന് ഇവിടെ ഇപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് 20 പേര്, അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും 10-20 പേര് എടുത്തുകൊണ്ട് കൊണ്ടുപോകണം വരുന്നു. അങ്ങനെ പറഞ്ഞു. പക്ഷെ എറണാകുളത്ത് ചെന്ന് നമ്മളതിൽ പെട്ട് ഹൈറ്റിൽ തന്നെ കിട്ടി. ഫസ്റ്റ് ലുക്കിൽ ഹൈറ്റിൽ തന്നെ അപ്പൊ നമ്മള് കയറ്റി വിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടങ്ങളുണ്ടായി. ഒരു 7 റൗണ്ട് ഓട്ടം, പിന്നെ ചാട്ടം, ഫിസിക്കലി, റിട്ടേൺ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സെലക്ട് ആയി ഇവിടെ വെച്ചാണ്. പിന്നെ മെഡിക്കലുള്ള ബാംഗ്ലൂരായിരുന്നു. അത് ശരി. അങ്ങനെ ബാംഗ്ലൂർ ചെന്ന് ഒരു മെഡിക്കൽ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ട്രെയിനിങ്ങിനൊക്കെയുള്ള പേപ്പറെല്ലാം അവർ അയച്ച് പിന്നെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യും. അത് ശരി. നമ്മൾ ചപ്പാത്തിക്കുള്ളത് ഉരുട്ടിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ഇന്ന് പരത്തണം. അപ്പോൾ പരത്താള ഇതും കൂടി എടുക്കുകയാണ് കേട്ടോ. ചേട്ടനൊരു സൈനികനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഉപ്പിട്ടില്ല. ഉപ്പിടും. ചേച്ചിയുടെ മുമ്പിൽ വില പോകണ്ടെന്ന് ഉപ്പിടാൻ വേണം. അതിനുള്ള സാധനങ്ങൾ റെഡിയാണ് മുമ്പ്. മറന്നതല്ല. ഇല്ലല്ല, അതാദ്യം ചെയ്യേണ്ടി വരും. അതിന്റെ വസ്ത്രത്തിനടുത്ത്
കൊറേ ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മള് ഉദ്ദേശിച്ചവരല്ല, ഒരു 5-6 ഉണ്ടാവും. ഒന്നാമത്തെ എന്താണ് റെഡി ആയത്? ഫുൽക്കയാണോ ചപ്പാത്തിയാണോ? ചപ്പാത്തിയാണ്. നോട്ട് ദ പോയിന്റ്, ദിസ് ഇസ് ചപ്പാത്തി. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇത്തിരി യെസ്, അങ്ങനെ ഒന്നാമത്തെ ചപ്പാത്തി ഇതേ പരത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാപ്പിൽ ചേട്ടൻ രണ്ടാമത്തത്. എല്ലാം ഒരു മിലിറ്ററി ചിട്ടയാണ്. ഓരോന്ന് കറക്റ്റ് സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. ഗ്യാസ് പോകരുത്. എല്ലാ സാധനങ്ങളിലും ശ്രദ്ധയുണ്ട്. ഇവിടെ വീട്ടിലും പൊതുവെ അങ്ങനെയാണോ? ചേച്ചി പറയാറുണ്ടോ ചേട്ടന്റെ ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ അച്ചടക്കം എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ കംപ്ലൈന്റ് ആയിട്ട്? കംപ്ലൈന്റ് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങള്. ഓക്കെ, ചെസ് നമ്പർ 2. ഇനി അടുത്ത ചെസ് നമ്പർ 3. എത്ര എണ്ണം ഉണ്ടാക്കണം? 3 എണ്ണം ആണോ? അതോ ഉണ്ടാക്കിയ മൊത്തം മാവ് ചെലവാക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, അവൾ അത് മാത്രം കഴിച്ചാൽ മതി. അവൾക്ക് ചപ്പാത്തി വേണം. അത്ര ചപ്പാത്തി അതല്ലേ ഇപ്പൊ മനസ്സില്? ചപ്പാത്തി 2 ചപ്പാത്തി സെറ്റ് ആയിരിക്കുകയാണ്. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി 3 ചപ്പാത്തി. ചപ്പാത്തിയുടെ വലിപ്പം എന്ന് പറഞ്ഞിട്ട് അവസാനം ഫുൽക്കാണോ? പക്ഷെ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞത് ചപ്പാത്തി എന്നാ. ഓക്കെ, അങ്ങനെ 3 ചപ്പാത്തിയും ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട്. ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ചേച്ചി എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഗോ. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പെടപെടേന്ന് പോയിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചിക്ക്. 1 മണിക്കൂറല്ലേ പോയിട്ട്? പിന്നെ ചേച്ചിക്ക് എപ്പോഴും കുറ്റം പറച്ചില്ല, എപ്പോഴും തന്നെ. പാവം ചേട്ടൻ കഷ്ടപ്പെട്ട് ഭാര്യയ്ക്ക് വേണ്ടി സ്നേഹം കൂടെ ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അല്ല, ഷേപ്പ് ഭയങ്കര ഉണ്ടാ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഓരോ സംസ്ഥാനത്തിന്റെ ഷേപ്പ് ആയിരിക്കും എന്നാ വിചാരിച്ചു. സംസ്ഥാനത്തിന്റെ കറക്റ്റ് വട്ടം പിടിച്ചിട്ടുണ്ട്. ഒരു ഇതൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാം അറിയാം. ചേച്ചി ഇത് ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശീലമാക്കുമെന്നുള്ളതാണ് ചേട്ടന്റെ പേടി. അതെനിക്ക് തോന്നിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കണം ചേച്ചി. ഉപ്പേ ഉള്ളൂ. അല്ല, എനിക്ക് ഇത്ര ഉപ്പ് കൂടുതൽ ആവശ്യമാണെന്ന് അറിയാം ഉള്ളിക്ക്. അല്ല, എന്നെ എപ്പോഴും പറയും താൻ എപ്പോഴും ഉപ്പ് കൂടുതലായിടുന്നു. അപ്പൊ അത് കാരണം കൂട്ടി എനിക്ക് വേണ്ടിട്ടാണല്ലോ. അപ്പൊ ഇത്ര ഉപ്പ് കൂട്ടിയിട്ടാണ്. ഇത് ചേട്ടൻ കൂടെ ചിലപ്പോൾ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഉപ്പിടാൻ അവിടെ മറന്നുപോയി. ഞാൻ രണ്ടാമത് പറഞ്ഞാണ് ഉപ്പിട്ടേക്കണത്. ഞാൻ പ്രതീക്ഷിച്ചതിനും
മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയെ സന്തോഷിപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു കാര്യം ചേച്ചിയോട് ആവശ്യപ്പെടുകയാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ചേച്ചിയുടെ കഴിവ് തെളിയിച്ചത് മിമിക്രി രംഗത്താണ്. തീർച്ചയായിട്ടും. അപ്പൊ ഏത് ശബ്ദാനുകരണമാണ് നമുക്ക് വേണ്ടി ചേച്ചി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? അത്യാവശ്യം ഇപ്പൊ എല്ലാവരും അറിയാലോ, ഇപ്പൊ ബീന ചേച്ചി അപ്പൊ ഫീമെയിൽ ആയിരിക്കുന്ന ആള് മെയിൽ വോയിസ് എടുക്കുന്ന പ്രത്യേകത. അതുകൊണ്ടാണ് എന്നോടൊരു ഇഷ്ടം. അതെ, ഫീമെയിൽ വോയിസ് എന്ന് പറയാൻ തന്നെ പറഞ്ഞ ഗൗരിയമ്മയുടെ ശബ്ദത്തിന് ഫീമെയിൽ വോയിസ് ഇല്ല. അതുകൊണ്ടാണ് അല്ലേ ഞാൻ അതൊന്നും മാറിയതല്ല ഇങ്ങനത്തെ തന്നെ ശബ്ദം. അപ്പൊ അത് ഫീമെയിൽ വോയിസ് ആയിട്ട് ശരിക്കും ടച്ച് ഇല്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്. അപ്പൊ അത് ഗൗരിയമ്മ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ചോദിക്കുക എന്തുകൊണ്ടാണ് ഗൗരിയമ്മ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു മാറിയതെന്ന് ചോദിക്കുമ്പോൾ ഗൗരിയമ്മ പറയുന്ന മറുപടിയാണ്, ഞാൻ അകന്നു മാറിയതല്ല, എന്നെ അടർത്തി വിടിയിച്ചതാണ്. ദീർഘകാലമായി 30-35 സംവത്സരം ദോഷ പ്രസ്ഥാനത്തിനുണ്ട് പ്രവർത്തിച്ചവരാണ്. 1960 മുതൽ 84 കാലഘട്ടം വരെ കർഷക സംഘത്തിന്റെ പ്രസിഡന്റായി ക്ലാസ് അസോസിയേറ്റ് രൂപീകരിച്ചു പാർട്ടി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാണ്. അങ്ങനെ പാവം ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതും അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ആ രാഷ്ട്രീയത്തിലുണ്ടായ പുള്ളിയുടെ ശരിക്കും പറഞ്ഞ പോലീസുകാർ തല്ലി ആ പാവത്തിന് ശബ്ദം അങ്ങനെ പോയതാണ്. അങ്ങനെ പിന്നെ ഇന്നും ഓർക്കുന്നു, ഒരു 8 വയസ്സിലേക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ വന്ന സമയത്ത് ഉള്ളിക്ക് എന്താ വില. അപ്പൊ അന്നും ഇങ്ങനെയാണ് സംസാരിച്ചത്, ഉള്ളിക്ക് എന്താ വില എന്നാ പറഞ്ഞത്. അന്ന് ഉണ്ട് ശബ്ദത്തിന് ഈ പാവം അങ്ങനെ ഒരു ഇത് ഇഷ്ടപ്പെട്ട. സൂപ്പർ. ഗൗരമ്മയുടെ സൗണ്ട് അടിപൊളിയായിട്ട് അനുകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു പുരുഷ ശബ്ദത്തിലേക്ക് കിടക്കാം. ആര് വേണം? ബിജുക്കുട്ടൻ വേണോ അതോ സുരേഷ് കൃഷ്ണ വേണോ? സുരേഷ് കൃഷ്ണ ശബ്ദം അല്ലേ? അത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് അല്ലേ? ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ സിനിമയിലെ ഡയലോഗ്. ക്രിസ്റ്റി പണം കേൾക്ക്, ഇവൾക്കപ്പെട്ട പ്ലച്ചൻ എത്ര പണം വേണമെങ്കിൽ തരും, നമുക്ക് ഭാഗം ചെയ്യാം, വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ലേ. കഴിയില്ലതൊക്കെ എന്നെ കൊന്നാൽ കടക്ക് പറയേണ്ടി വരും, എനിക്ക് തെപ്പനോട് ജീവിതകാലം മുഴുവനും. അതൊരു ഡയലോഗ്. അടിപൊളി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിജുക്കുട്ടനും കേൾക്കണം. ബിജുക്കുട്ടൻ ഞാൻ ഫ്ലോറിലേക്ക് കയറുമ്പോൾ ശരിക്കും ഞാൻ പറവൂരാണല്ലോ എൻ്റെ ജനനം എന്ന് പറയുന്നത്. നോർത്ത് പറവൂരിലെ പെരുമ്പടം എന്ന സ്ഥലത്താണ്. അപ്പൊ പുള്ളി പറവൂരുകാരനായതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ സൂപ്പറാണ് ചേച്ചി, എന്ത് കീറാണ് ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്, എന്താണ് കിണ്ണം കാഴ്ച, ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്, ഓൾ ദ ബെസ്റ്റ് കേട്ടോ, നന്നായിട്ടുണ്ട് എന്നാ പറയുന്നത് പുള്ളി. ചേട്ടാ എന്താ അടിപൊളി. ഇതൊക്കെ എന്തൊക്കെ ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാ ചേച്ചിയുടെ? കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം പുള്ളിക്ക്. കുഞ്ഞാലിക്കുട്ടിയുടെ വെള്ളാപ്പള്ളി നടരാജൻ. ഇതൊക്കെ കയ്യിലുണ്ട് ചേട്ടാ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ചേട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തന്നിട്ടേ ഞാൻ പോകും. അതിനു മുമ്പ് നമുക്ക് വേറൊരു പണി കൊടുക്കണ്ടേ ചേച്ചിക്ക്? ചേട്ടന് ചേച്ചിയുടെ പണി തന്നല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് തിരിഞ്ഞൊരു പണി കൊടുക്കണ്ടേ? അത് ഞാൻ കൊടുക്കും. ചേച്ചി എന്തായാലും മിമിക്രി ഒക്കെ കളിച്ച് ഒന്ന് ഓണായ സ്ഥിതിക്ക് നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. അവിടെ ഉണ്ടായിരുന്നപ്പോൾ ചിരിയും കളിയൊന്നും ഇല്ലല്ലോ, ഒരു മുഖത്തൊരു വിഷമം ചെറുതായിട്ട്. ഈ സാധനങ്ങൾ കണ്ട് പേടിച്ചിരിക്കണ. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ 3 ക്യാൻസ് കണ്ടോ, 2 സെറ്റ് ഓഫ് 3 ക്യാൻസ് ആണ് ഉള്ളത്. ഒന്ന് മൊത്തം ബ്ലൂ കളറും ഒന്ന് മൾട്ടി കളറും, ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈ കൊണ്ടും ഇതിങ്ങനെ പൊക്കുക. പൊക്കിയതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതിങ്ങനെ വെക്കണം. അത് വെച്ചതിന് ശേഷം ഞാനിപ്പോ ഡെമോ കാണിക്കുന്നില്ല, ഞാനിത് വീണ് കഴിഞ്ഞാലോ. അപ്പൊ ഇതിന്റെ മുകളിൽ ഇത് വെച്ചതിന് ശേഷം ഓരോ ക്യാനുമായിട്ട് താഴത്തോട്ട് വെക്കണം. ഇതിന്റെ ഫസ്റ്റ് ക്യാൻ എടുത്ത് ഇവിടെ വെക്കണം, രണ്ടാമത്തെ ക്യാൻ എടുത്ത് വെക്കണം. അതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഈ മുകളിലിരിക്കുന്ന 3 ക്യാനും താഴത്തും ആവും, താഴത്തിരിക്കുന്ന 3 ക്യാനും മുകളിലും. അങ്ങനെ ആവും. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ 3 ക്യാൻസ് പഴയ പോലെ ഇതിങ്ങനെ വെക്കുന്നു. അപ്പൊ ഈ 3 അപ്പുറത്തും വരും, ആ 3 ഇപ്പുറത്തും വരും. വേണ്ട സമയം 1 മണിക്കൂർ. ഒരു എപ്പിസോഡ് തന്നെ 1/2 മണിക്കൂറുള്ളൂ. ഞാൻ പറയാണ് ചേച്ചി ഇത് സമയം ചെയ്തെടുക്കാൻ 1 മണിക്കൂറാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത് ചേച്ചി. ഓക്കെ, ഗെയിം മനസ്സിലായില്ലേ? ഓക്കെ, തുടങ്ങാം. ഓക്കെ ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് now. ഓക്കെ, ഇനി ഓരോന്നായിട്ട് എടുത്ത് താഴത്തോട്ട് വെക്കണം. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ടെൻഷൻ അടിപ്പിക്കുന്നതല്ല, സമയത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നതാണ്. Come on, you can. Yes. ഒന്നുകൂടെ ട്രൈ ചെയ്തോളൂ. ചേച്ചി 35 സെക്കൻഡ് കഴിഞ്ഞു.
എന്റെ കർത്താവ്. പകുതി സമയം കഴിഞ്ഞിരിക്കുകയാണ് ചേച്ചി. വേഗമാവട്ടെ, സ്പീഡപ്പ്. ചേച്ചി 45 സെക്കൻഡ് ആയി. വേഗമാവട്ടെ. 50 സെക്കൻഡ്. രക്ഷയില്ല. 4, ഇത് മിമിക്രി അല്ല. 3, 2, 1. ടൈം ഔട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് തോന്നുന്നു ചേച്ചി? വെരി ഗുഡ്. ഒന്നും ചെറുതല്ല മോനെ, ഒന്നും ചെറുതല്ല, ഭയങ്കര വലിയ ടാസ്ക് ആണ്. എല്ലാത്തിനും നമുക്ക് തോന്നുന്നത് ഘനമില്ലാന്ന്. ഘനം, പക്ഷെ നല്ല ഘനമുണ്ട്. പ്രവൃത്തിയില്ല, ഒരുപാട് മറ്റേ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ശരി, കുഴപ്പമില്ല. എന്തായാലും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ഡിന്നർ മാത്രമേ നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടുള്ളൂ, ബാക്കി ഒരുപാട് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫുൾ ഫാമിലി എത്തിയിരിക്കുകയാണ്. ചേട്ടനോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ, ഗെയിം കണ്ടായിരുന്നോ? എന്താണ് അഭിപ്രായം? തകർത്ത് കളഞ്ഞു. എന്ത് തകർത്ത് കളഞ്ഞു? സാരമില്ല, നമുക്ക് ഫുഡ് മാത്രമേ മിസ് ആയിട്ടുള്ളൂ, വേറെ കുറെ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. ചേച്ചി തന്നെ പരിചയപ്പെടുത്തും ആരൊക്കെയാണ്. ഇത് ഹസ്ബൻഡ്, ഇത് എന്റെ ഇളയ മകളാണ്. ഓക്കെ, വീട്ടില് ഉണ്ണിന്ന് വിളിക്കും, ബെനീറ്റ എന്നാണ് പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫാമിലി. ഇതെന്റെ ചേച്ചി, ആകെ എനിക്കൊരു ചേച്ചി ഉള്ളൂ. പിന്നെ ചേട്ടന്മാരാണ്. ചേച്ചിയുടെ പേര് സീന കരിമാലൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരി കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും BA മലയാളം വരുന്നു. അപ്പൊ ചേച്ചി നന്നായി വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ വായിക്കൂലായിരുന്നു. എനിക്ക് കവിതയുണ്ട്, പക്ഷെ ആ കവിതക്ക് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. സൂപ്പർ കവിതകളാണ്. ഇവർക്ക് 2 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് ജിലു, ഞങ്ങൾ വിളിക്കുന്നത് അമ്മൂന്ന്. ഇത് അമ്മുവിന്റെ മകള്. എന്തായാലും അനിയത്തി ഇത്രയും വർണ്ണിച്ച സ്ഥിതിക്ക് ചേച്ചിയുടെ കവിതാ സമാഹാരത്തിൽ നിന്ന് ഒരു 4 വരിയെങ്കിലും ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു രാപ്പാടി പോലും പാടാത്ത രാവ്, ഒരു മിനാരം പോലും പറക്കാത്ത രാവ്, പതിതരാരും വരുന്നില്ല ഈ വഴി, വ്യതിത ഹൃദയ ഞാൻ ഏകയായി നിൽപ്പൂ, ആകാശമേ ചൊല്ലു എൻ്റെ നാടെങ്ങ്, 4 പാടും അനന്തമായി തോന്നുന്നു, ആകാശമേ ചൊല്ലു എൻ്റെ നാടെങ്ങ്. ഇമോഷണലായി, ഇവിടെ ഇമോഷണലായി. ഓക്കെ, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ടോ, വിഷമിപ്പിക്കാറുണ്ടോ? ചേച്ചിയുടെ കവിതയുടെ പ്രത്യേകതയും ആ ചൊല്ലുന്നതും സത്യത്തിലെ ഉള്ളിലേക്കാണ് ഇറങ്ങും. ഓക്കെ, വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ചേച്ചി നല്ലൊരു പാട്ട് ഗായിക കൂടിയാണ്. നല്ല സംഗതികളൊക്കെ സംഗതി തന്നു. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഗിഫ്റ്റിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബി പെർഫ്യൂം നൽകുന്ന നല്ലൊരു സമ്മാനം. ബി പെർഫ്യൂം വിത്ത് 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി. ഡെന്റോ ക്ലിനിക് ഫോർ ക്ലിനിക്കൽ പെർഫെക്ഷൻ, എ ജർമ്മൻ ഡിസൈൻഡ് ടൂത്ത് ബ്രഷ് നൽകുന്ന നല്ലൊരു സമ്മാനം. അടുത്തതായി ഗ്രാമി ദോശ ഇഡ്ഡലി മാവ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഗുണമേന്മയും സ്വാദും ഒരുമിച്ച് ആരോഗ്യമുള്ള തലമുറയെ വളർത്തെടുക്കും. അപ്പൊ മറക്കണ്ട, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.